നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇന്നത്തെ ദിവസം ആരും സർപ്പക്കാവിൽ വിളക്ക് തെളിയിച്ചില്ല. ഭദ്രമാത്രം അവിടേക്ക് പോയി പാലമരം നോക്കി നിന്നു. തന്റെയും തന്റെ പ്രാണന്റെയും രഹസ്യ സംഗമം നടന്നിരുന്ന ഇടം. നിറഞ്ഞ കണ്ണുകൾ വെളുത്തുമെലിഞ്ഞ കയ്യാൽ അമർത്തി തുടച്ചുകൊണ്ട് തന്റെ മകളുടെ ശാപവാക്കുകളിൽ കുടുങ്ങിക്കിടന്നു അവർ. ഭദ്രേ. വളരെ നേർത്തൊരു നീട്ടിവിളിൽ ഭദ്ര പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. ദത്തൻ. അപ്രതീക്ഷിതമായി അയാളെ കണ്ടതും ഭദ്രയൊന്ന് പകച്ചുപോയി. അവർ പിടപ്പോടെ ചുറ്റും കണ്ണോടിച്ചു. സന്ധ്യ മയങ്ങുന്നു. മഴക്കൂരാപ്പും തണുത്ത കാറ്റും. കാവിനുള്ളിലെ ചീവീടുകളുടെ കൂവി വിളികളും കൊണ്ട് ഭീകരമായ അന്തരീക്ഷം. ദുഃഖം കാഴ്ച മറച്ചുകൊണ്ട് സമയം പോയതറിയാൻ നിന്ന് നിൽപ്പിനെ ഭദ്ര പഴിച്ചുപോയി. ഭദ്ര ഭയന്ന് തളർന്നു. കണ്ണിൽ നിന്നും കണ്ണുനീരൊലിച്ചു. കാറ്റടിച്ചതും മാറിൽ നിവർത്തിയിട്ട നേരിത് പുറകിലേക്ക് പറന്നൊട്ടി തെളിഞ്ഞു വന്ന ഭദ്രയുടെ വെളുത്തു വെളിഞ്ഞ ശരീരം ദത്തൻ കണ്ണുകൾ കൊണ്ടൊന്നൊഴിഞ്ഞു. എന്റെ ഭദ്രേ, എന്തൊരു സ്ട്രക്ചറോടി നിനക്ക്. കട്ടിൽ കിടന്ന് കരയുന്ന നീലാംബരിയെ സമാധാനിപ്പിക്കുകയായിരുന്നു കാവ്യ. ഈ നേരം അത്രയും വല്ലാത്തൊരു ഷോക്കിലായിരുന്നു കാവ്യ. അമ്മയോട് പറഞ്ഞുപോയ വാക്കുകളെ ഓർത്ത് പശ്ചാത്തപിച്ച നിമിഷം പതിയെ മുറിവിട്ടിറങ്ങി നീലാംബരി. അവൾക്കൊപ്പം പുറകെ മൗനമായി പിന്തുടർന്ന് കാവ്യയും. നിറഞ്ഞ പുഞ്ചിരിയും കണ്ണിൽ നിറച്ച പ്രണയത്തിളക്കവുമായി മുണ്ടും ഷർട്ടും ധരിച്ച് പാലമരച്ചൂട്ടിൽ നിൽക്കുന്ന തന്റെ അച്ഛന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞതും ഇടനാഴിയിലൂടെ കിളിവാതിലിനടുത്തേക്ക് അവൾ നടന്നു. അപ്പോഴാണ് അവളും കാവ്യയും ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അമ്മ! അവളുടെ തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു ആ ശബ്ദം. അയ്യോ നില, അത് അയാളല്ലേ? ഭദ്രയുടെ നേരെ അടുക്കുന്ന ദത്തനെ കാണെ കാവ്യ പകപ്പോടെ പറഞ്ഞു. കാവ്യയും നിലയും ഗോവനെ ലക്ഷ്യമാക്കി പാഞ്ഞു. ഭദ്ര പുറകിലേക്ക് നടന്നു. ദത്തൻ ഒരു വഷള ചിരിയോടെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. മാറിക്കട! ഒന്ന് പതറിയെങ്കിലും വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ഭദ്രയുടെ സ്വരത്തില്. മാറാൻ അങ്ങോട്ട് തോന്നുന്നില്ല ഭദ്രേ. നോക്ക്, ഞങ്ങൾ ഇനി ഇവിടെ തന്നെയാ താമസം. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വന്നു. അത്യാവശ്യം വേണ്ട വീട്ടു സാധനങ്ങളായിട്ട് ഞാൻ നമ്മുടെ ബാബുവിന്റെ കാറി കയറ്റി പുറകെ വന്ന അവരൊക്കെ ഓരോ മുറിയിൽ തിരക്കില്ല. ആ തക്കത്തിന് നമുക്കൊന്ന് ആഘോഷിച്ചാലോ? ആരും അറിയില്ല ഭദ്രേ. കാവിന് പുറത്ത് ബാബുവിനെ പറഞ്ഞേൽപ്പിച്ചിട്ടാ ഞാൻ വന്നത്. മാറിപ്പോളായ ഭദ്ര വെറുപ്പോടെ അലറി. അത്രക്കായോടി നീ? ദത്തനൊന്ന് ആഞ്ഞതും ഭദ്ര കാവിനകത്തുള്ള വഴിയെ തിരിഞ്ഞോടി. ദത്തൻ പറ്റുന്ന പോലെ കൂടെ ഓടാൻ ശ്രമിച്ചു. ഗോവണി ഓടിയിറങ്ങി നില കാണുന്നു. ബാഗും തൂക്കി മുകളിലേക്ക് കയറാൻ നിൽക്കുന്ന ലാവണ്യയും മായയുമാണ്. നിലക്കൊപ്പം കാവ്യയെ കണ്ടതും ഇരുവരിലെ ഒരു പുച്ഛഭാവം നിറഞ്ഞു. ആരോ വകവെക്കാതെ നിലയും കാവ്യയും ഉമ്മറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. ചാരുവടിയിൽ വഴിമുടക്കിയായിരിക്കുന്ന മുകുന്ദനെ കാണെ നിലയുടെ ശരീരം ഒന്ന് വിറച്ചു. കാവ്യ ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി. ഇരുവരെയും കണ്ട് മുകുന്ദന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അവന് മറികടന്ന് പോവാൻ തുടങ്ങിയതും വഴി മറച്ചുകൊണ്ട് മുകുന്ദൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. എവിടെ പോവാടി നീ? നല്ലപോലെ ഒന്ന് കൊഴുത്തല്ലോ നീ. മറ്റവൻ ഇതുവരെ കൈവച്ചിട്ടില്ലല്ലേ? ശരീരം ഒന്നും അങ്ങോട്ട് ഒടഞ്ഞിട്ടില്ലല്ലോടി. മുകുന്ദന് വൃത്തിയായിട്ട് സംസാരം കേട്ട കാവ്യ ഒന്ന് അമ്പരന്ന് പോയി. നില പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ കാവ്യക്കും അറിയാം. എങ്കിലും ആദ്യമായിട്ട് കേട്ട അശ്ലീലം നിറഞ്ഞ വാക്കുകൾ കാവ്യയിൽ അറപ്പുളവാക്കി. പക്ഷെ നീലാംബരിക്ക് എങ്ങനെയെങ്കിലും കാവിലേക്ക് എത്തിയാൽ മതിയെന്നായി. ഡോ, താനെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അടിച്ച് കണ്ണം പൊക്കിയാ വേണ്ട തന്റെ. കാവ്യ പറഞ്ഞു. നില അവിടെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് നിർത്തി. മുകുന്ദേട്ട, വഴിയിൽ നിന്ന് മാറി, എനിക്ക് പോണം. ആരെ നില ഇവൻ? അകത്തുനിന്ന് വന്ന ലൂക്ക മുകുന്ദന്റെ മട്ടും ഭാവം കണ്ട് തുറിച്ചു പോയിക്കൊണ്ട് ചോദിച്ചു. ലൂക്കയെ കണ്ടത് മുകുന്ദന്റെ വഷളം ചിരിയോടെ അതിശയഭാവത്തിൽ നടന്ന അയാൾക്കരികിലേക്ക് എത്തി. നില, നീ പോയിക്കോ, കാവ്യ നിലയെ നോക്കി പറഞ്ഞു. നില പുറത്തേക്ക് ഇറങ്ങി ഓടി. ലൂക്കയെ മുകുന്ദന്റെ അടുത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ കാവ്യക്ക് മനസ്സ് വന്നില്ല. ലൂക്കയുടെ ചുറ്റൊന്ന് കറങ്ങിയ മുകുന്ദന് ലൂക്കയുടെ രീതികൾ മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. കൊള്ളാലോടാ, നീ ഒരു ചെറുക്കാണല്ലോ. നീ മറ്റേതാണോടാ? കൊള്ളാം. എങ്ങനെയാ, കീറിപ്പറിച്ച് തുന്നി കിട്ടിയോ നിന്നെ? അതോ പടച്ചു വിട്ട പോലെ തന്നെയാണോ? ലൂക്കയെ നോക്കി മൂന്നൻ വിളിച്ചു പറയുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിന്നു കൽപ്പനയും ലാവണ്യയും മായും. കാവ്യ ലൂക്കയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഒത്തിരി വർഷങ്ങൾക്കിപ്പുറമാണ് തന്റെ ശരീരത്തെ ഒരാളിങ്ങനെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നത്. ഫീനിക്സ് പക്ഷിയെ പോലെ ജീവിതത്തിൽ മുന്നേറിയപ്പോൾ ഇത്തരം കുത്തുവാക്കുകൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. പക്ഷേ വിജയം കൈവെള്ളയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക പ്രശസ്തി കൈവരിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്ന് നേർക്കുനേർ വന്ന് പറയാൻ ഒരുത്തനും ധൈര്യം കാട്ടിയിട്ടില്ല. ലൂക്കയുടെ മുഖം വലിഞ്ഞു മുറുകി. കൈവീശി മുകുന്ദന്റെ മുഖത്തിന് നേരെ ഓങ്ങിയ നിമിഷം ആ കയ്യിൽ മുകുന്ദൻ പിടിമുറുക്കിക്കൊണ്ട് ലൂക്കയുടെ ശരീരത്തിലേക്ക് അമർന്നതും ലൂക്കയിലെ സ്ത്രീ അറപ്പോടെ പുറകിലേക്കൊന്ന് വേച്ചു പോയി. കാവ്യ കാലുയർത്തി മുകുന്ദന്റെ കാൽമുട്ടിൽ ആഞ്ഞു ചവിട്ടിയതും മുകുന്ദൻ കാലുമടങ്ങി നിലത്തേക്ക് വീണു.
ഈ നിമിഷം ലൂക്കയുടെ കൈയും പിടിച്ച് കാവ്യ പുറത്തേക്ക് ഓടി. കാവിനകത്തു കൂടി ഓടിയ ഭദ്ര നേരെ ഇറങ്ങിച്ചെന്ന് പടിപ്പുരയുടെ അടുത്താണ്. ഉമ്മറത്ത് നിന്നവർ അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ദത്തൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭദ്രയ്ക്ക് പുറകെ ഓടിക്കതച്ചെത്തിയിരുന്നു. അയാളുടെ വിചാരം ഈ ചാറ്റൽ മഴ എല്ലാവരും അകത്തായിരിക്കുമെന്നാണ്. കാവിൽ നിർത്തിയ ബാബുവിനെ നോക്കി ദത്തൻ ഉറക്കെ അലറി, ബാബു പിടിയിടാളെ. മറ്റെന്തോ ചിന്തിച്ചിരുന്ന ബാബു കുടയും വലിച്ചെറിഞ്ഞ് ഭദ്രയ്ക്ക് നേരെ കുതിച്ചെന്നോ. മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ബാബു ഉമിനീരിറക്കിപ്പോയി. ആ സമയം തന്നെ കാവിനുള്ളിലൂടെ നിലയും മുറ്റത്തുകൂടി കാവ്യയും ലൂക്കയും പടിപ്പുരക്കടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. ദത്തൻ അപ്പോഴേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ഉമ്മറ ലക്ഷ്യമാക്കി പതിയെ നടന്നു. തിരിഞ്ഞു നോക്കി നോക്കി പരിഭ്രാന്തിയോടെ ഓടിയ ഭദ്ര ശക്തമായി എന്തിലോ പോയി ഇടിച്ചു നിന്നു. ഒരു പിടപ്പോടെ ക്ഷീണിച്ച് നനഞ്ഞ കണ്ണുകൾ ഉയർത്തി അവർ നോക്കിയതും കണ്ടു. 2 വെള്ളാരം കണ്ണുകൾ തന്നെ ഉറ്റു നോക്കുന്നത്. ഭദ്രയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. ജാൻ. ആ കണ്ണുകളിൽ കുടുങ്ങിക്കിടന്നു ഭദ്രയുടെ കണ്ണുകൾ. പക്ഷേ ജാൻ ആ മുഖത്ത് ഒരിക്കലേ നോക്കിയുള്ളൂ. എന്താ ഏതായെന്നൊന്ന് അന്വേഷിക്കാൻ നിന്നില്ല ചെക്കൻ. ഭദ്രയുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിൽ വന്ന് ചാടിയവനെ നെഞ്ചിൻ കൂടെ നോക്കി ആഞ്ഞി ചവിട്ടിയവൻ. ആ ഒരൊറ്റ ചവിട്ടിൽ ബാബു അലറി വിളിച്ചുകൊണ്ട് നിലത്തുനിന്ന് ശക്തിമാനെ പോലെ ഉയർന്നു. നിലം തൊടും മുമ്പേ തന്നെ ബാബു ദത്തനെ നല്ലപോലെ ഒന്ന് സ്മരിച്ചു. ജാന്റെ പുറകിൽ 2 ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അതിലൊരുവൻ നിവർത്തി പിടിച്ച കുടയുമായി ജാന്റെ ചെറു ചലനങ്ങൾക്കൊപ്പം കൂടെ കൂടി. മറ്റൊരുവൻ ഫോണിൽ നോക്കി അവന്റെ ചെവിയിൽ എന്തോ പറയുമ്പോൾ ജാൻ പരിസരം ഒന്ന് വീക്ഷിച്ചു. നോക്കുമ്പോൾ കണ്ടു ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന നീലാംബരിയും കാവ്യയും ലൂക്കയും. മൂവരും മഴ നനയുകയാണ്. തന്റെ നെഞ്ചിൽ പതുങ്ങിക്കൂടിയ ഭദ്രയൊന്ന് നോക്കി അങ്ങനെ തന്നെ അവൻ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ പുറകിലായി അവന്റെ 2 ബോഡി ഗാർഡ്സും കൂടെ കൂടി. മാമനിത് എന്നാ പണിയെ കാണിച്ച് അത്രയ്ക്ക് കണ്ണൂത്തിക്കുവായിരുന്നു നിങ്ങള്. ഉമ്മറത്തേക്ക് ഓടിക്കയറിയ ദത്തനെ നോക്കി മുകുന്ദൻ മുരുണ്ടു. പറ്റിപ്പോയടാ. ആ ചെക്കിന് ഇനി എന്നെ വല്ലതും ചെയ്യണം മുകുന്ദ. അവന്റെ ഒറ്റ അടിക്കില്ല ഞാൻ. വേണ്ടായിരുന്നു മാമ, ഞാൻ അവനെങ്ങ് കുത്തി മറത്തിട്ടെ. പല്ലിയരിച്ചുകൊണ്ട് മുകുന്ദൻ ജാനെ തുറച്ചുകൊണ്ട് പറഞ്ഞു. തമാശ പറയാതൊന്ന് പോമുകുന്ദ നീ. ദത്തൻ പറയുന്നിട്ട് മുകുന്ദൻ പിരിവെട്ടി. ഉമ്മറത്തെ തൂണിൽ കെട്ടിപ്പിടിച്ച് നഖം കടിച്ചു നിന്നു മായയും ലാവണിയും. വന്നു ലാവണി വന്നു. ദൈവമേ, ഇനി ഈ ചേട്ടൻ ഇവിടുന്ന് പോവല്ലേ. ഇവിടെ തങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. മായയുടെ വെപ്രാളം കണ്ടതും ലാവണി അവളെ പിച്ചി. പതിയെ പറയണി, ആർത്തി മൂത്ത് നീ ഇനി സ്വന്തം തന്തയൊറ്റി കൊടുക്കുവോ? വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. മറ്റേ ചേട്ടനെ കണ്ടില്ലല്ലോ, ആ കിരണേട്ടൻ. ചുണ്ട് കടിച്ചു പിടിച്ച് മായ മുറ്റത്തേക്ക് നോക്കി നിന്നു. സാറേ, എന്നൊന്നും ചെയ്യല്ലേ സാറേ. ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ദത്തൻ ചേട്ടൻ വിളിച്ചു പോകുമ്പോ ഞാൻ കരുതി ഇവര് പഴയ പോലെ ഭ്രാന്തൂത്ത് ഇറങ്ങി ഓടിയതാവുന്ന്. ഓടിച്ചെന്ന് പിടിച്ചിർത്താൻ നോക്കിയാൽ ഞാൻ, അല്ലാതെ വേറൊന്നിനല്ലായിരുന്നു. എന്റെ മക്കളാണേ സത്യം. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പോയിക്കോളാം. ജാന മൊത്തത്തിലെ നോക്കി ബാബു നിലത്തിരുന്ന് കൈകൂപ്പി കരഞ്ഞു. അപ്പൂപ്പൻ നടയിൽ യുദ്ധം നടന്നപ്പോൾ കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരുന്ന് കണ്ടതാണ് ഈ രൂപത്തെ. ശരീരത്തിൽ എവിടെയെങ്കിലും തോക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നാണ് ബാബുവിന്റെ നോട്ടം. ഒരു മെറൂൺ കളർ ഷർട്ടും ഡാർക്ക് ബേജ് കളർ പാന്റും ബ്ലാക്ക് ഷൂവുമാണ് അവന്റെ വേഷം. പോക്കറ്റിലേക്കിട്ട് അവന്റെ വലത് കൈയിൽ മാത്രം ശ്രദ്ധയുറപ്പിച്ചുകൊണ്ട് ഭയത്തോടെ നിലത്തിടുന്ന ബാബുവിനെ മറികടന്ന് ജാൻ മുന്നോട്ട് നടക്കുമ്പോൾ ചാറ്റൽ മഴ പിടിച്ചു കെട്ടിയ പോലെ നിലച്ചു. ചെറുകാറ്റുപോലും വീശിയില്ല. അവന്റെ വരവറിയെ ദൂരെ നിന്നും ഓടി വന്ന എന്തോ വിശ്വസിക്കാനാവാതെ ഉറ്റു നോക്കുന്ന പോലെ. ഇത്രയും വൈകിയതെന്തേ എന്നുള്ള പരിഭവത്താൽ മൗനം പൂണ്ടതുപോലെ. മുന്നിൽ കാണുന്ന പടുകൂറ്റൻ തറവാടിനെ തികഞ്ഞ സംശയപാത്തിൽ അവൻ നോക്കി കാണുകയായിരുന്നു. അപ്പോഴും അവൻ ഇടത് കൈയിൽ ഇടതു നെഞ്ചോട് ചേർന്ന് ഭദ്ര സുരക്ഷിതയായിരുന്നു. തന്റെ കവിളിൽ ഒരു നനുത്ത സ്പർശമറിഞ്ഞതും അവൻ മുഖം താഴ്ത്തിയൊന്ന് നോക്കി. കണ്ണുകൾ നിറച്ച് ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് വിറയാർന്ന കൈകളാൽ ഭദ്ര ജാന്റെ താടിയിലൊന്ന് തൊട്ടു. തികഞ്ഞ വാത്സല്യത്തോടെ അവരവന്റെ മുഖമാകെ കണ്ണുകൾ പായിച്ചതും അവന്റെ കണ്ണുകളും ഒന്ന് ചുമന്നു. നിന്റെ വയറ്റിൽ വളരുന്ന എന്റെ ചോരയാണ്. നിലാവും മുല്ലപ്പൂവും ചേർന്ന് സൃഷ്ടിച്ച നമ്മുടെ കുഞ്ഞു നീലാംബരിപ്പൂവ്. നമ്മുടെ മകൾ, അതെ മകൾ തന്നെയാണ്. അവൾക്ക് വേണ്ടി അങ്ങ് ദൂരെ ഒരു രാജകുമാരൻ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ മകൾ അവന്റെയാണ്, അവന്റേത് മാത്രമാണ്. ഭദ്രയുടെ കാതുകളിൽ ഒരുവന്റെ സ്വരം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. വന്നു, എന്റെ രാജകുമാരൻ വന്നു, എന്റെ മോളെ രക്ഷിക്കാൻ വന്നു. എത്ര നാളെ ഈ അമ്മ കാത്തിരിക്കായിരുന്നെന്നോ. അവ്യക്തമായതെന്തോ ഭദ്രയുടെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് കേട്ടതും അവൻ ഭദ്രയെ തന്നെ ഉറ്റുനോക്കി. ആ നിമിഷം തന്നെ ഭദ്ര ബോധമറിഞ്ഞ അവന്റെ കൈകളിലേക്ക് വീണിരുന്നു. കുഴഞ്ഞു വീണ ഭദ്ര ഇരു കൈകളിലും കോരിയെടുത്ത് ഭാർഗവൻ നായർ ചൂണ്ടിക്കാട്ടിയ മുറിയിൽ കിടത്തിയതൊക്കെ ജാൻ തന്നെയാണ്. ഹോ, എന്തൊരു ഓട്ട ഈ ഭദ്ര ഓടിയത്. ഞാനും ബാബുവും കണ്ടില്ലായിരുന്നെങ്കിൽ ഇറങ്ങി ഓടി നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചേനെ. ഭദ്രയുടെ പഴയ സൂക്കേട് വീണ് തുടങ്ങിയെന്നാ തോന്നുന്നത്. കൽപ്പനെ, ആളിയും വരുമ്പോ കുറച്ച് കുഴമ്പൂടി കൊണ്ടുവരാൻ പറയണം. കൂടെ ഓടി എന്റെ ദേഹം മുഴുവൻ ഇളകിയ മട്ടാ. സ്വന്തം തടി രക്ഷിക്കാനെന്നവണ്ണം ദത്തൻ കൽപ്പനയോടെന്ന പോലെ അല്പോത്സത്തിൽ പറഞ്ഞു. അത് കേട്ട് ഞാൻ നീലാംബരിയെ നോക്കി. ശേഷം ആരോടൊന്നും മിണ്ടാതെ ഉമ്മറത്തുള്ള ഒരു കസേരയിൽ പോയിരുന്നു.
മുകുന്ദൻ നേരെ പോയി ഭാർഗവനായിട്ട് ചാരുകസേരയിൽ കാരണവർ ചവഞ്ഞിരുന്നു. ഇത് എന്റെ വീട് എന്നുള്ള അധികാരഭാവത്തിൽ ജാനെ നോക്കിയൊന്ന് പുച്ഛിക്കാനും മറന്നില്ല അവൻ. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഫോണിൽ തന്നെ നോട്ടം ഉറപ്പിച്ച് ഒരേ ഇരിപ്പിരുന്നു ജാൻ. അവന്റെ മട്ടും ഭാവവും ഭംഗിയും സുഗന്ധവും തങ്ങളുടെ തറവാടിന് ചേരാത്തെന്തോ വന്നിരിക്കുന്ന പോലെ അവൻ ഉറ്റുനോക്കി മറ്റുള്ളവർ അങ്ങനെ തന്നെ നിന്നു. ലൂക്ക മാത്രമാണ് അവന്റെ അടുത്ത് കിടന്ന ചെയറിലേക്ക് പോയി ഇരുന്നത്. താൻ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. ജാൻ എല്ലാവരെയും നോക്കി. ആരും ഒന്നും മിണ്ടുന്നില്ല. തികച്ചും അപരിചിതരുടെ വീട്ടിൽ വന്നു കയറിയ പോലെ തോന്നിപ്പോയി ജാൻ. ലൂക്ക മാത്രമാണ് ആകെ സംസാരിക്കുന്നത്. നീലാംബരി പോലും ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ്. ഇതാണോ താൻ പ്രതീക്ഷിച്ച്? അല്ല, നീലാംബരിയുടെ തറവാട് ഒന്ന് കാണാൻ കൊതിച്ചിടും. അവന്റെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. കുഞ്ഞേ, ഇതാണ് ആ കുട്ടി? തുളസി പതിയെ നിലയോട് ചോദിച്ചു. അവൾ മെല്ലിയൊന്ന് തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ. തുളസിയിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉയർന്നു. നീലാംബരിക്ക് ശരീരം തളരും പോലെ തോന്നി. ഇങ്ങനെ ഒരു ഭാവം അവനിൽ ഇത് ആദ്യമായിട്ടാണ്. തന്നെയൊന്ന് നോക്കുന്ന പോലുമില്ല കണ്ട അന്ന് മുതൽ. നോക്കുന്ന നോട്ടത്തിൽ പോലും വല്ലാത്തൊരു തിളക്കമാണ് എപ്പോഴും. പക്ഷെ ഇപ്പോൾ എല്ലാവരെയും നോക്കുന്ന പോലെ തന്നെയും നോക്കി. മനസ്സിൽ രഹസ്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം അവന്റെ പെരുമാറ്റം പോലും അവളെ ഭയപ്പെടുത്തി. ജാനോട് അവൾക്ക് മറ്റൊരു തരത്തിലുള്ള ഭയം തോന്നി. മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ പ്രണയമെന്ന മായം ചേർക്കാത്ത യഥാർത്ഥ ഭയം. ഭാർഗവൻ നായർ പോലും മൗനം പൂണ്ട് നിന്നതേയുള്ളൂ. എന്താ പറയാ, നീലാംബരിയുടെ ചെക്കൻ തറവാട്ടിന്റെ പടി കയറി വരുന്ന നിമിഷവും കാത്തിരുന്നാണ് താൻ. പക്ഷെ ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നാവ് പൊന്തുന്നില്ല. കാപ്പട്യമില്ലാത്ത മനസ്സുകളുടെ അവസ്ഥ ജാനൊട്ടും മനസ്സിലായതുമില്ല. ഓടിപ്പിടഞ്ഞു വന്നതാണ് കിരൺ. തറവാട്ടിലെത്തിയ ശേഷമാണ് ജാൻ വന്നതും തറവാട്ടിൽ നടന്നുമൊക്കെ പുറത്തുനിന്നുള്ള ബോഡി ഗാർഡ് പറഞ്ഞവൻ അറിഞ്ഞത്. എല്ലാവരെയും നോക്കി കിരൺ ജാന്റെ അടുത്തേക്ക് പോയിരുന്നു. വല്ലാതെ മൂകത പിടിച്ച പോലെ. ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പോലൊരു ഫീൽ അവനിലും ഉണ്ടായി. ഒരു തൂണിന്റെ മറവിൽ നിൽക്കുന്ന നീലാംബരിയെ കിരണും നോക്കി. അവൾ പോലൊന്നും മിണ്ടുന്നില്ല. കിരണിനോട് എന്തോ സംസാരിച്ച ശേഷം ജാൻ എഴുന്നേറ്റു. ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. കിരണും ലൂക്കയും കൂടെ പോയി. ആ കാഴ്ചയിൽ നീലാംബരിയുടെ ഉള്ളൊന്ന് കാളി. ജാനെ യാത്രയാക്കി കിരൺ തിരികെ വന്നു. അപ്പോഴേ എല്ലാവരും അതേ നിൽപ്പ് തന്നെയാണ്. തിരികെ വന്ന ലൂക്കയുടെ കണ്ണുകൾ കരങ്ങിയിരിക്കുന്ന കാവ്യ ശ്രദ്ധിച്ചു. മുകുന്ദൻ അപമാനിച്ച് ലൂക്ക കിരണിനെയും ജാനെ അറിയിച്ചിട്ടുണ്ടാവുമെന്ന് അവൾക്ക് തോന്നി. നില, സിറ്റിയിലെ ഒരു ഹോട്ടലിൽ കുറച്ച് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നിന്നെയും കാവ്യയും കൂടെ കൂട്ടാനിരുന്ന. പക്ഷെ ഭദ്രാമി അവസ്ഥയിലിരിക്കെ നിങ്ങൾ കൂടി വന്നാൽ ശരിയാവില്ല. ലൂക്ക ഞങ്ങൾക്കൊപ്പം വരിക. മറ്റന്നാൾ മുതൽ ഷൂട്ട് തുടങ്ങും. അപ്പൊ ശരി. വളരെ ഫോർമലായ ഒരു സ്റ്റാഫിനോടെന്ന പോലെ കിരൺ സംസാരിക്കുന്നതായി തോന്നി നിലയ്ക്ക്. എല്ലാം തന്റെ തോന്നലാണോ അതോ അങ്ങനെ തന്നെയാണോ? മുന്നിൽ നിൽക്കുന്നത് സ്വന്തം ഏട്ടനാണ്. പഴയ പോലെ പറ്റുന്നില്ല. നീലാംബരിക്ക് നെഞ്ചു പൊട്ടും പോലെ തോന്നി. ഒന്ന് ഉറക്കെ അലറിക്കരയാൻ തോന്നി. കിരൺ, ഞങ്ങളിവിടെ ഒറ്റയ്ക്ക്. തങ്ങൾക്ക് പുറകിലൊരു കൂട്ടം കണ്ണുകൾ ഉറ്റുനോക്കുന്ന കണ്ടിട്ടാണ് കാവ്യ ആ ചോദ്യം ചോദിച്ചത്. കാവ്യക്ക് ചെറിയൊരു ഭയം തോന്നി. നിലയെപ്പോലും ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് അയക്കാത്ത ടീമാണ്. ഇപ്പൊ ഭദ്രാമ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് തങ്ങൾ ഒറ്റയ്ക്കാക്കി പോകുന്നു. പേടിക്കണ്ട, ആ നിൽക്കുന്ന ബോഡി ഗാർഡ്സ് ഇവിടെ ഉണ്ടാവും. പറ്റുമെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരു റൂം അറേഞ്ച് ചെയ്യണം. അതും പറഞ്ഞ് കിരൺ പടിയിറങ്ങുമ്പോൾ തന്റെ ബാഗുമായി ലൂക്ക എവിടേക്ക് വന്നിരുന്നു. നില, മോശമായി പോയി കേട്ടോ. ജാൻ, അവൻ ആദ്യമായിട്ടല്ലേ നിന്റെ വീട്ടിൽ വരുന്നത്. അതും ഇന്ന് രാവിലെ അവൻ പ്രൈവറ്റ് ജെറ്റിൽ എറണാകുളത്തേക്ക് എത്തിയത്. എന്നിട്ട് ഇവിടേക്ക് നിന്നെ കാണാൻ ഓടി എത്തിയതല്ലേ അവൻ. നിങ്ങളെല്ലാവരും എന്തോ ഒരു അന്യനോടെന്ന പോലെ അവനോട് പെരുമാറിയത് ടൂ മച്ച്. നില, നിനക്ക് ഇവിടെയുള്ള ജന്തുക്കളെ പേടിയാണോ? അവനത് വല്ലാതെ ഫീലായെന്ന് തോന്നുന്നു. എന്തോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. പോട്ടെ, വിട്ടേക്ക്. ഭദ്ര എന്തിനാ ഓടിയത് അതെങ്കിലും നിനക്കറിയോ? ഓഫീസിൽ കീർത്തന പറഞ്ഞ ചില റൂമറുകൾ ഞാനും കേട്ടിരുന്നു. നിന്റെ അങ്ങളിനെയും നിന്റെ കസിൻ മുകുന്ദനെയും കുറിച്ച്. അന്നേ നിന്നോട് ചിലതൊക്കെ ചോദിക്കാനിരുന്നതായിരുന്നു ഞാൻ. ഒരു കാര്യം ഞാൻ പറയാനില്ല. അപകടം പിടിച്ച വഴികളിലൂടെ പൊരുതി ജയിച്ചു വന്ന ഒരാളാണ് ഞാൻ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത്രയൊന്നും നീയോ നിന്റെ അമ്മയോ സഹിച്ചിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ അന്ന് ഞാനവിടെ കുടുങ്ങി കിടന്നിരുന്നെങ്കിൽ ഇന്ന് ലോകം അറിയപ്പെടുന്ന ലോക്കസ് എബ്ര എന്നൊരു ഫാഷൻ ഡിസൈനർ ആവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. സ്ത്രീത്വത്തിന് വില കൽപ്പിക്കാത്തടത്ത് എനിക്ക് നിൽക്കാൻ കഴിയില്ലെന്നില്ല. ഞാനൊന്ന് വിരലിഞ്ഞോടിച്ച ആ ഇരിക്കുന്ന മുകുന്ദൻ പിന്നെ ജീവനോടെ കാണില്ല. പോട്ടെ, നിന്നോർത്ത് ഞാനെല്ലാം മറക്കുക. ഐ ഹാവ് ടു ഫിനിഷ് മൈ ഡ്യൂട്ടി. സോ ഐ വിൽ കം ദി ഡേ ആഫ്റ്റർ ടുമോറോ. അത്രയും പറഞ്ഞ് ലൂക്ക പുറത്തേക്ക് പോയി. നീലാംബരി കണ്ണുകൾ മുറുക്കി അടച്ചു. പിന്നെ അവൾ നേരെ നടന്ന് തത്തിന്റെ അടുത്തേക്കാണ്. ഇവളിത് എന്ത് കാട്ടാനുള്ള ഭാവത്തിലായെന്ന പോലെ കാവ്യ നിലയുടെ പുറകെ ഓടി. എന്റെ അമ്മ എന്തിനാ ഓടിയത്? നില ഉറച്ച സ്വരത്തിൽ ദത്തിനോട് ചോദിക്കുമ്പോൾ കൽപ്പന ഉൾപ്പെടെ എല്ലാവരും കൂർത്ത മുഖമായി അവൾക്ക് ചുറ്റും കൂടി. ദത്തിന് ചുറ്റുമൊന്ന് നോക്കി. പോവേണ്ടവരൊക്കെ പോയി. ഇനി താൻ ആരെ ഭയക്കണം? ഞാൻ ഓടിച്ചതാടി. നീ എന്ത് ചെയ്യും? നിന്നെ പോലെ നിന്റെ അമ്മയ്ക്കും കാണില്ലടി ആഗ്രഹങ്ങള്. അവള് ചിലപ്പോ അത് തുറന്നു പറയാൻ മടിക്കും. പക്ഷെ അത് മനസ്സിലാക്കുന്നവരത് അറിഞ്ഞ് പെരുമാറണം. ഞാൻ അത്രേ ചെയ്തുള്ളൂ. മനസ്സിലായില്ലേ നിനക്ക്? എന്റെ കൂടെ കിടക്കാൻ വിളിച്ചു, അത്ര തന്നെ.
ദത്തൻ പറഞ്ഞു മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. നീലാംബരി അയാളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അതൊക്കെ ദത്തന് എന്താവാനാണ്? മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോയെങ്കിലും അയാൾ പകയിരിക്കുന്ന ഒരു വഷളം ചിരിച്ചുകൊണ്ട് നിലയുടെ അടുത്തേക്ക് കൂടുതൽ അടുത്തു. ഒപ്പം മുകുന്ദനും. പെട്ടെന്നാണ് ഒരു ഗൺ കോക്കിംഗ് സൗണ്ട് അവിടെ കേട്ടത്. ദത്തൻ തിരിഞ്ഞു നോക്കിയതും കണ്ടു. 2 സെക്യൂരിറ്റി ഗാർഡ്സ് അവർ നോക്കി ചെറുചിരിയോടെ നിൽക്കുന്നു. ഒരുവൻ കൈ പുറകിൽ കെട്ടിയാണ് നിൽപ്പ്. എന്നാൽ മറ്റൊരുവൻ കയ്യിലിരുന്ന ഹാൻഡ് ഗൺ റീകോക്കിംഗ് ചെയ്ത് അതിന്റെ അറ്റത്തേക്ക് നൂതി തിരികെ തന്റെ പാന്റിന്റെ ബെൽറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹാൻഡ് ഗൺ ഹോൾസ്റ്ററിലേക്ക് തിരികെ കയറ്റി കൈയും കെട്ടി നോക്കി നിന്നു. അതോടെ ദത്തന് മുകുന്ദനൊന്ന് പുറകിലേക്ക് മാറി നിന്നു. നീലാംബരിയുടെ മനസ്സിൽ ആദ്യമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊരു ഫീലായിരുന്നു. തുളസി ഭദ്ര കിടക്കുന്ന മുറിയിലേക്ക് പോയി. നാരായണ നാരായണ. ഭാർഗവൻ നായർക്ക് ഇതെല്ലാം കണ്ടിട്ട് എന്തോ അകാരണമായൊരു ഭയമായിരുന്നു. അദ്ദേഹം ദൈവത്തെ വിളിച്ച് പതിയെ മുറിയിലേക്ക് ഉൾവലിഞ്ഞു. രാത്രി എത്ര ശ്രമിച്ചിട്ടും നീലാംബരിക്ക് ഉറക്കം വന്നിരുന്നില്ല. അവൾ പലപ്പോഴായി ജാനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കോൾ അറ്റൻഡ് ചെയ്യുകയോ തിരിച്ചു വിളിക്കുകയോ ഒന്നും ഉണ്ടായില്ല. മാപ്പ് ചോദിച്ചുകൊണ്ട് കുറെ മെസ്സേജുകൾ അവൾ അയച്ചു. ഒരു രക്ഷയുമില്ല. കാവ്യയ്ക്ക് നാഥുമേനോനാണ് നീലാംബരിയുടെ അച്ഛനെന്നുള്ള ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓരോന്ന് ആലോചിച്ചപ്പോൾ ഒരു സ്വപ്നം പോലെയാണ് അവൾക്കെല്ലാം തോന്നിയത്. പലപ്പോഴായി താൻ തന്നെ നീലാംബരിയോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ അച്ഛന്റെ കമ്പനിയാണോ നാഥ് അപ്പാരൽസ് എന്നൊക്കെ. അദ്ദേഹത്തെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഫാമിലിയുള്ളവരാണെങ്കിൽ അത് ആരായിരിക്കും? അവളുടെ മനസ്സിൽ ഓടിയെത്തിയത് ശിവനാഥ് മേനോന്റെ നിഷ്കളങ്കമായ മുഖമായിരുന്നു. ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തം അച്ഛനെ അദ്ദേഹം കൊല്ലാൻ നോക്കുമ്പോൾ ആ ചോദ്യം സ്വയം ചോദിക്കുമ്പോൾ കാവ്യയുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന് രാമഭദ്രമേനോന്റെ ശോഷിച്ച ശരീരമാണോ? പിറ്റേ ദിവസം രാവിലെ നീലാംബരി മുറി വിട്ടിറങ്ങിയില്ല. ഇരുവർക്കും വേണ്ട ഭക്ഷണം തുളസി അവരുടെ മുറിയിലെത്തിച്ചു. ഭദ്രയൊന്ന് കാണാൻ കൂടി അവൾ കൂട്ടാക്കിയില്ല. എല്ലാവരോടും അവൾക്ക് ദേഷ്യവും വെറുപ്പും തോന്നി. ഉച്ച കഴിഞ്ഞതും വല്ലാത്തൊരു ബഹളം കേട്ടാണ് നിലയും കാവ്യ ഓടി താഴേക്ക് വന്ന്. അമ്മയോട് അത്ര ദേഷ്യം കാട്ടിയാലും വഴക്കോ ബഹളമോ കേട്ടാൽ അവരുടെ ഉള്ളിൽ തീയാണ്. ഭദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നവൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നലെ മൊത്തം അമ്പലം ചുറ്റി നടക്കലായിരുന്ന ശശിധരൻ. കഴുത്തിലും കയ്യിലൊക്കെ കുറെ ചരടുകളാണ്. നെറ്റിയിൽ നീളൻ കുറി. ഊൺമേശമേൽ ശശിധരൻ കൊണ്ടുവച്ച വലിയ കവർ കണ്ടതും ആർത്തിയുടെ കൽപ്പന ഓടിച്ചെന്നു. ഓരോ കിലോ വരുന്ന പാക്കറ്റുകളിൽ ബദാം, കശുവണ്ടി, ഡേറ്റ്സ്, പിന്നെ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ. ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന ഇടമല്ലേ, സോപ്പിട്ട് പതക്കാൻ പതയുള്ള സോപ്പ് ഒഴികെ മറ്റെല്ലാം അയാൾ വാങ്ങിക്കൂട്ടി. അല്ലെങ്കിലും ചെക്ക് നഷ്ടമായ പിന്നെ ശശിധരന്റെ ഒരു പിരി ലൂസാണ്. ഓരോറ്റെണ്ണം തൊട്ടുപോകരുത്. ആ ചെക്കിന് ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് നീയൊക്കെ ദാഹിച്ച പച്ചവെള്ളം കൊടുത്തില്ലെന്നോ? നിനക്കൊക്കെ എന്താ? കാള വലിക്കും പോലെ എല്ലാത്തിനെയും ചെലവ് നോക്കിയ ഞാൻ ഒറ്റൊരുത്തനല്ലേ? 10 പൈസയുടെ ഉപയോഗം നിന്നെയൊക്കെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഭാര്യ മകനെ മാത്രല്ല, ഭാര്യയുടെ ആങ്ങളെ അവന്റെ പിള്ളേരെ വരെ നോക്കേണ്ട വയ്യാവിലി എന്റെ തലയിലായിരുന്നല്ലോ. ശശിധരന്റെ ഒച്ച നാലുകെട്ടിൽ മുഴങ്ങി കേട്ടതും ഗാർഡ്സിൽ ഒരാൾ അകത്തേക്ക് നോക്കി. നീലാംബരി കാവ്യയിൽ നിന്നറിഞ്ഞ നിമിഷം അയാൾ തിരികെ മുറ്റത്തേക്ക് ഇറങ്ങി. കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയുന്നത് ശശിയേട്ടാ. 10 കാശ് വരുന്നായപ്പോ ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞിന്റെ സ്വഭാവം കാണിക്കരുത് നിങ്ങൾ. ചെമ്പൻകുഞ്ഞ് നിന്റെ ചട്ടുകാരൻ തന്ന കോവാലൻ. ധർമ്മ കെട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നെ കെട്ടിയെടുത്തിന്റെ അന്ന് തുടങ്ങിയ കഷ്ടകാലം എനിക്ക്. ഓ, നിങ്ങളുടെ പെങ്ങളുടെ കറുപ്പും കൂടി എന്റെ തലയിൽ വെക്ക്. അതുകൂടിയേ കേൾക്കാൻ ബാക്കിയുള്ളൂ. കൽപ്പനയുടെ പറച്ചിൽ കേട്ട് മായയിൽ ലാവണി അടക്കി ചിരിച്ചു. ആസത്തുകളെ ഇപ്പൊ കിടന്ന് ഇടിക്കുന്നോ? ഇന്നലെ ആ കോച്ചനിവിടെ വന്നപ്പോ നീയൊക്കെ മഴയത്ത് മണ്ണിപ്പൂഴ്ന്നു പോയായിരുന്നോ? തുളി വെള്ളം കൊടുത്തു നീയൊക്കെ? ശശിധരന്റെ ചോദ്യത്തിന് മുമ്പിൽ ലാവണി തലകുനിച്ചുവെങ്കിൽ മായ അത് ചൊടിപ്പിച്ചു. ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? പണം വാങ്ങി നിങ്ങളൊക്കെ അല്ലേ? ആ, എത്തിയല്ലോ. ഇവളോട് ചോദിക്ക്. ഇവളല്ലേ ആ ചേട്ടനെ വലവീശി പിടിച്ച്? അപ്പൊ ആ ചേട്ടൻ വീട്ടിൽ വരുമ്പോ സൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം ഇവൾക്ക് തന്നെയാ. ഗോവണി ഓടി ഇറങ്ങി വന്ന നീലാംബരി അപ്പോഴാണ് ശശിധരൻ കാണുന്നത്. അവളുടെ പുറകിൽ നിൽക്കുന്ന കാവ്യെ കാണെ അയാളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എങ്കിലും അന്നേരൊന്നും മിണ്ടിയില്ല. പല്ലടിച്ചുകൊണ്ട് ശശിധരൻ നീലാംബരിയുടെ അടുത്തേക്ക് നടന്നു. നീ വലിയ സഹായം ചെയ്തു എന്നൊന്നും കരുതണ്ട. നീ ഞങ്ങളോട് ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. അനിരുദ്ധം വല്യമ്പൂരി എന്നും ഇനി എനിക്കൊരു പേടി സ്വപ്ന. വലിയ തമ്പൂരി ആയാലും ഇപ്പൊ നിന്നെ കൊണ്ട് നടക്കുന്ന ആ പണക്കാരൻ പയ്യനായാലും എനിക്ക് ഒരുപോലെയാ. കൂടുതൽ കിട്ടുന്നിടത്ത് ഞാൻ കച്ചവടം ഉറപ്പിക്കും. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ എന്റെ കൈവെള്ളയിൽ പണിത്തിരിക്കണം. വേണ്ടി വന്ന അവന്റെ കൂടെ കയറി അങ്ങ് കിടന്നുകൊടുത്തേക്കണം. നിന്റെ ശരീരം മടുക്കും വരെയുള്ള അവന്റെ ചേർത്ത് പിടിക്കലൊക്കെ. അത് കഴിഞ്ഞാ പിന്നെ നീ ഇങ്ങോട്ട് തന്നെ വരാനുള്ളതാ. ആ ഓർമ്മയൊന്നും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞൊക്കെ അവനോട് പോയി പറഞ്ഞു കൊടുക്കാൻ നീ കരുതണ്ട. ശശിധരനെ നിനക്ക് അറിയാലോ അല്ലേ? നീ ചത്താ തീരുന്ന സ്നേഹം അവന് നിന്നോടിപ്പോ ഉള്ളൂ. കൊല്ലാൻ ഞാൻ റെഡിയാ. അത് കഴിഞ്ഞ അവന് മറ്റൊരുവൾ. നീലാംബരി കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നിപ്പോയി. ഇന്നലെ മുതൽ തളർന്ന മനസ്സുമായി നിന്നവൾക്ക് ഇപ്പോഴും അത് തുടരാനേ കഴിഞ്ഞുള്ളൂ. ചില സമയം നമ്മൾ അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ തന്നെ ശശിധരന് ഇപ്പോഴും അവൾക്ക് ഭയമാണ്. തന്റെ ഒരു വാക്ക് മതി ചിലപ്പോൾ അതിന്റെ പ്രത്യാഖ്യാതം അനുഭവിക്കുന്നത് തന്റെ അമ്മയാവും. മാത്രമല്ല കാവ്യ കൂടെയുണ്ട്. താൻ കാരണം ഇവിടെ അടിയോ വഴക്കോ ഉണ്ടായാൽ അവൾ ചിലപ്പോൾ ഭയപ്പെടും. മുകുന്ദനുള്ളത് കൊണ്ട് മാത്രമാണ് അവൾ മുറിവിട്ട് പുറത്തിറങ്ങാതെ കാവ്യയും കൊണ്ട് മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നത്. മുകുന്ദന്റെ വൃത്തിയായിട്ട കണ്ണുകൾ കാവ്യക്ക് നേരെ വരാനുള്ള സാധ്യതയുണ്ട്.
പക്ഷെ അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് കാവ്യ കയറി ശശിധരനെ ചൊറിഞ്ഞു. അങ്കിൽ നിങ്ങൾ ഇവിടെ അമ്മാവൻ തന്നെയാണോ? നിങ്ങളുടെ സ്വന്തം ചോരയുടെ മകളല്ലേ ഇവള്? വഴക്കോ തല്ലോ പോട്ടേന്ന് വെക്കാം, പക്ഷെ നിങ്ങളുടെ നാവിന്ന് വന്ന വാക്കുകളൊരു പെണ്ണിനോടും പറയാൻ പാടില്ലാത്ത സ്വന്തം പെങ്ങളുടെ മോളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷജന്തു നിങ്ങൾ ഒരുത്തനാ. നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ അവളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയായിരുന്നോ? പണത്തിന് വേണ്ടി അന്യപുരുഷന്റെ കൂടെ കിടക്കാൻ. ഒച്ചേ, കൂട്ടുകാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി, അല്ലാണ്ട് കുടുംബത്തിൽ കയറി ഉണ്ടാക്കണ്ട കേട്ടല്ലോ. കൂടുതൽ കളിച്ചാറുണ്ടല്ലോ തൂക്കിയെടുത്ത് പുറത്തെറിയും ഞാൻ. താനൊന്ന് ഞൊട്ടും. ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കണോ? ആ പുറത്തേക്കുന്ന കാർസിന് താൻ കണ്ടോ? ഓ, അറിഞ്ഞാളില്ലല്ലേ? തന്നെ ഇപ്പോഴാണല്ലോ കെട്ടിയെടുത്ത്. അറിഞ്ഞില്ലേ താൻ ഈ നിൽക്കുന്ന തന്റെ ഭാര്യയോട് ചോദിക്ക്. തന്റെ വിരൽ തുമ്പങ്ങാനും ഞങ്ങളുടെ നേർക്ക് അനങ്ങിയ പിന്നെ തന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. ഇത്രയും നേരം താൻ ഇവിടെ കിടന്ന് കുറച്ചിട്ട് തന്റെ മോനെ തന്റെ അളിയൻ ദത്തനോ വായ തുറന്നോ? അതിന്റെ കാരണം പോയി അന്വേഷിക്കണം. പറട്ട കിളവ, നീ വാടി. കാവ്യ നിലയും വലിച്ചെടുത്ത് മുകളിലേക്ക് തന്നെ പോയതും കൽപ്പനയും പെൺപടകളും വായും തുറന്ന് നിന്നും പോയി. മുകുന്ദൻ കാവ്യ പോയ വഴിയെ നോക്കി പല്ലി അടിച്ചു. തുളസി നന്നായി പോയി എന്ന ഭാവത്തിൽ അടുക്കളയിലേക്ക് തന്നെ പോയി. ഡി, നിന്റെ വായിൽ പഴം തിരികെ വെച്ചേക്കായിരുന്നോ? നാളില്ലല്ലോ അയാൾ ഇത്രയും പറഞ്ഞ മുഖം കുനിച്ച് നിൽക്കാൻ. കാവ്യ നിലയെ കട്ടിലേക്ക് തള്ളിയിട്ട് ശേഷം ഒച്ചയെടുത്തു. അതിന് നില നല്ലപോലെ നിളിച്ചു കാണിച്ചു. ഇളിക്കുന്നോ? ശശിധരൻ മാമ ഇത്രയും കാലം എന്നെ പറഞ്ഞെന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ന്. എന്തോന്ന്? കാവ്യ കണ്ണുകുറുക്കി അവളെ നോക്കി. എന്റെ ഉണ്ണിയേട്ടന്റെ കൂടെ പോയി കിടക്കാൻ പറഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ നില പറയുമ്പോൾ കാവ്യ അവളെ തുറിച്ചു നോക്കി. നീ ഉണ്ടല്ലോ അയാൾക്കാളും വലിയ പിഴയാ, വൃത്തിയിട്ടവള്. കാവ്യ ചിരിച്ചുകൊണ്ട് നിലയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. വൈകുന്നേരം കുളി കഴിഞ്ഞ് കാവിൽ വിളക്ക് കളിച്ച കാവ്യയും നിലയുമാണ്. ഏറെ നേരം ഇരുവരും അവിടെ ചുറ്റിപ്പറ്റി നിന്നു. കാവ്യക്ക് കാവും കുളവും പൂക്കളും ഒക്കെ ഒരു കാഴ്ച തന്നെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒത്തിരി വൈകിപ്പോയി നീലാംബരിയും കാവ്യ എഴുന്നേൽക്കാൻ. പുറത്തെ ഒച്ചപ്പാടും പാളവും കേട്ടാണ് ഇരുവരും ഉണർന്നത്. നിലമുടിയും വാരി ചുറ്റിക്കെട്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഇടനാഴിയിലൂടെ നടന്ന് ഒരു കോട്ടുവായും വിട്ട് കിളിവാതിലിന് പുറത്തേക്ക് നോക്കി. പടിപ്പുരയ്ക്ക് പുറത്തൊരു ട്രാവലർ വന്ന് കിടക്കുന്നു. അതിൽ നിന്ന് കുറച്ച് പേർ വലിയ ലൈറ്റുകളും ട്രൈപോഡ്സും ഒക്കെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഫോട്ടോഷോട്ട് തുടങ്ങിയാന്ന് മനസ്സിലായതും അവൾ തിരികെ മുറിയിലേക്ക് ഓടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.